ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല മഴ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ മഴയുണ്ട് ഇവിടെ. എന്താ പയ്യനെ ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞാറ്റ അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മഴ ഉണ്ട് പറഞ്ഞ മഴ നല്ല എന്താ പറയുക, നല്ല മഴയുണ്ട്. രാവിലെ ഒരു 6:30-7 മണി ടൈമാണ്. പൊരിഞ്ഞ മഴ എന്ന് തന്നെ പറയാം. എന്താ പറയുക, മഴ കണ്ടാൽ തന്നെ എല്ലാവർക്കും മടി പിടിക്കുന്ന ഒരു ദിവസം തന്നെയല്ലേ. ആകെ ഫുള്ള് മഴയത്ത് ആകെ മുറ്റൊക്കെയാണ് വെച്ചാൽ ആകെ അലങ്കോലമായിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ മടി പിടിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. പിന്നെ എന്താ ഇപ്പോൾ സനുവിന് സ്കൂളിൽ പോകേണ്ട ദിവസമാണ്, ഒരു ബുധനാഴ്ച ദിവസമാണ്. അപ്പോൾ നമ്മുടെ സനുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കണത്. കുളി കഴിഞ്ഞിട്ട് തണുക്കണമെന്ന് പറഞ്ഞിട്ട് കിടക്കണതാണ് കേട്ടോ പറിച്ചു മൂടിയിട്ട്. പിന്നെ അതാ സനുവിൻ്റെ ഇപ്പോൾ എന്നുള്ള പരിപാടി തന്നെയാണ് കേട്ടോ. കുളി കഴിഞ്ഞാൽ ഒന്ന് പറിച്ചും മൂടി കിടക്കൽ. ഇപ്പം മഴയൊക്കെ ആണല്ലോ, അപ്പം അതുകൊണ്ട് ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞിട്ട് എന്നും കുളി കഴിഞ്ഞ ഈ ഒരു കിടുത്തം പതിവുള്ളതാണ് കേട്ടോ. പിന്നെ അതല്ല, നമ്മുടെ സനുവിനെ ഭയങ്കര ഉറക്കക്ഷീണമാണ്. ഉറക്കത്തുനിന്ന് ഞാനൊരു 7 മണി 7 ടൈമിലൊക്കെ എടുത്തിട്ട് അങ്ങനെ വേഗം പല്ല് തേപ്പിക്കലും കുളിപ്പിക്കലൊക്കെ ഉണ്ട് ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര ഉറക്കക്ഷീണമാണ് കേട്ടോ. കുഞ്ഞാറ്റയ്ക്കാണെച്ചാൽ നേരെ തിരിച്ചുമാണ്. അവൾ നേരത്തെ നീക്കിയിട്ട് 5:30-6 മണിക്ക് തന്നെ എൻ്റെ കൂടെ നീക്കാറുണ്ട്. പിന്നെന്താ, ഞാൻ നമ്മുടെ സനുവിനെയും കുഞ്ഞാറ്റയ്ക്കും മുത്തങ്ങ അരിഷ്ടം വാങ്ങി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അരിഷ്ടം വാങ്ങി കൊടുക്കുന്നുണ്ട്. ഇവർ 2 പേരും ഫുഡ് കഴിക്കാൻ കുറച്ച് എന്താ പറയുക, അവർക്കും ഫുഡ് കഴിക്കലേ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മുത്തങ്ങ അരിഷ്ടം കൊടുക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വിശപ്പിനും അതുപോലെ ഫുഡ് കഴിക്കാനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കും കൂടിയിട്ട് ഒന്നിച്ച് വാങ്ങി കൊടുക്കുകയാണ് കേട്ടോ. ആദ്യത്തെ 2 ദിവസമൊക്കെ അത് കുടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. എന്തൊരു ചവർപ്പ് പോലെയെന്ന് തോന്നുന്നു. നമ്മുടെ ബാലജീവാമൃത അരിഷ്ടമൊക്കെ ഭയങ്കര മധുരം ടേസ്റ്റില്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്കത് കുടിക്കാൻ കുറച്ചാരും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അതവർ സെറ്റായിട്ട് വന്നിട്ട് കളയാണ്ട് കുച്ചിട്ടാ കുച്ചാ കുടിക്കടാ പൊന്നാ. ചേച്ചി കുടിച്ചിട്ട് എങ്ങനെ വെട്ടി കുടിച്ചാ അത് പൊന്നെ കുടിച്ച് മറ്റേ ഇതാടാ. ഇതാ കുച്ച വലുതാവണ്ടേ, വലിയ പിന്നാവണ്ടേ. കുടിച്ച കുട്ടി കുടിക്കടാ കുഞ്ഞാ, കുടിക്കത്. നമ്മുടെ കയ്യിൽ എന്ത് തന്നാലും കളയിലൊരു പതിവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പകുതി നിലത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല കേട്ടോ, കുഞ്ഞാറ്റയുടെ കയ്യിൽ വെള്ളം കൊടുത്താലും എന്ത് കൊടുത്താലും അവൾ പകുതി നിലത്താട്ടോ കളയാറുള്ളത്. പിന്നെ ഇത് നമ്മുടെ ചേച്ചിക്ക് അവൾ കഷായമൊക്കെ അവളിൽ നിന്ന് പിന്നെയും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ, നമ്മളിവിടെ പീരിയഡ്സൊക്കെ ആയി കഴിഞ്ഞ 7ാമത്തെ ദിവസം നമ്മൾ പുണ്യക്കൊക്കെ വാങ്ങിച്ചിട്ട് വീട് മൊത്തം ശുദ്ധമാക്കാറുണ്ട് കേട്ടോ. അപ്പം അച്ഛൻ വരുമ്പോൾ അമ്പലത്തിന് പുണ്യക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പുണ്യക്കം അല്ലെങ്കിൽ നാൽപ്പാമരം അങ്ങനെയും വെച്ചിട്ട് തെളിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാ റൂമിലും നമ്മൾ ഉപയോഗിച്ച സാധനങ്ങളിൽ എല്ലായിടത്തും ഞാനിതാ പുണ്യക്കൊക്കെ തെളിച്ച് ഒക്കെ വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ പണികളൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിക്കലും തുടയ്ക്കലും തിരുമ്പലും എല്ലാം കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ നൽബാമരൊക്കെ പുണ്യൊക്കെ ഞാൻ തളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കുഞ്ഞാറ്റ അത് കണ്ടപ്പോൾ അവളും തളിക്കാനായിട്ട് പിന്നാലെ കൂടുമായിരുന്നു കേട്ടോ. എനിക്കിത് സനു കണ്ടിട്ട് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പകുതിയൊന്നും മുഖമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ല തോന്നിയോണ്ടാണ് ഞാൻ അതിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ ഇന്ന് ബുധനാഴ്ച ഏകാനും കളർ ഡ്രസ്സാണ് കേട്ടോ. പിന്നെന്താ, അപ്പോൾ 2 ദിവസമായിട്ട് സനുവിന് ഒരു ചെറിയ ജലദോഷം പോലെ ഉണ്ട്. നമ്മൾ രാവിലെ അങ്ങനെ അപ്പോൾ ഞാൻ തല നനപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം എന്താ പറയുക, ഇന്നലെ അവൾക്ക് നല്ലപോലെ ഞാൻ തലയൊക്കെ നനപ്പിച്ച് എണ്ണയൊക്കെ ഇട്ട് കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജലദോഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ അങ്ങനെ തല നനച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുഞ്ഞാറ്റയാണെച്ചാൽ അല്ലാത്തപ്പോൾ ഫുള്ള് സൈലൻ്റാണ്. ഞാൻ എപ്പോൾ വോയിസ് കൊടുക്കാൻ നോക്കണം അപ്പോൾ അവൾ ശബ്ദം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിത് നമ്മുടെ സനുവിന് ഓൺലൈനിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിലത്തെ ഒന്നാണ് ഈ ഡ്രസ്സ്. ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ മഴക്കാലത്തൊക്കെ തിരുമ്പാനും ഉണക്കാനൊക്കെ ഭയങ്കര എന്താ നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. അത്രയും നല്ല മിനുസായ തുണിയാണ്. അപ്പോൾ നമുക്ക് അവൾക്കത് ഇടാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒരു 4-5 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ബുധനാഴ്ചകളിലും ഇങ്ങനെ മാറിയിട്ട് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. പിന്നെന്താ, നമ്മുടെ സനുവിന് എന്താ കണ്ണ് എഴുതുന്നത് അവൾക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണ് എഴുതണം എന്ന് പറഞ്ഞപ്പോൾ അവൾ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളിത് റൂമിൽ ഇരുന്നിട്ടാണ് കേട്ടോ മുടിയൊക്കെ കെട്ടി കൊടുക്കണത്. എന്താ പറയുക, വാതിലടച്ചിട്ടാണ്, അല്ലെങ്കിൽ കുഞ്ഞാറ്റ ഒന്നിനും സമ്മതിക്കില്ല. അവളാകെ വന്നിട്ട് കൺമഷിയൊക്കെ എടുത്ത് ആകെ മുഖത്തൊക്കെ ആകെ തേച്ചിട്ട് പരത്തുട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാതിലടച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെന്താ, എൻ്റെ ക്യാമറയുടെ പ്രശ്നമാണ് തോന്നുന്നു. ഫ്രണ്ട് ക്യാമറ അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ എന്താ നിങ്ങൾക്കത് കാണുമ്പോൾ ക്ലിയർ ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. സനുവിനെ ആണെന്ന് എങ്ങനെ മുടി കെട്ടിക്കൊടുത്താലും അവൾക്ക് ഇഷ്ടാവില്ല കേട്ടോ. അവൾക്ക് രണ്ട് പുറം റിബനൊക്കെ വെച്ചിട്ട് കെട്ടുന്നതൊക്കെയാണ് ഇഷ്ടം. അപ്പം ഞാൻ പറഞ്ഞു യൂണിഫോമിലേക്കല്ലേ അത് റിബനൊക്കെ വെച്ച് കെട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് കളർ ഡ്രസ്സല്ലേ, അപ്പോൾ നമുക്കിന്ന് വെറുതെ ബണ്ണിട്ടാൽ മതി എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മുടെ സനുവിൻ്റെ മുടിയൊന്ന് ലേശം വെട്ടാറായിട്ടുണ്ട്. നമ്മളിതിന് മുന്നേ അവളുടെ മുടി ബോയ് കട്ട് വെട്ടിയ കാരണം പലതും പല ഷേപ്പിലാണ് കേട്ടോ കിടക്കുന്നത്. ഇവിടെ സനു ആണെച്ചാൽ എന്താ പറയുക, മുടി വെട്ടാനൊന്നും സമ്മതിക്കില്ല. എന്താ പറയുക, മുടി വെട്ടട്ടെ എന്ന് ചോദിച്ചാൽ അവൾ എന്നോട് പറയുന്ന ഡയലോഗ് അമ്മയുടെ മുടി ഞാൻ വെട്ടുന്നതാണ് കേട്ടോ പറയല്ല. അവൾക്ക് മുടി വെട്ടണതേ ഇഷ്ടമല്ല, ഒരുപാട് മുടി വളർത്തണം എന്നാട്ടോ നമ്മുടെ സനു എപ്പോഴും പറയല്ല. അവൾക്ക് നല്ല ഇഷ്ടം മുടി നന്നായിട്ട് വളർത്തണത്. പിന്നെ അത് അവൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഫ്രണ്ടിൽ ഈ മുടി ഇങ്ങനെ ഇടുന്നത്. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, ആ മുടി ഫ്രണ്ടിൽ അങ്ങനെ ഇട്ട് കാണണത്. അപ്പോൾ അവളാണെന്ന് എപ്പോഴും സ്ലൈഡ് കുത്തിവയ്ക്കാനാണ് കേട്ടോ പറയാറ്. പരമാവധി അവൾ ഇടാൻ സമ്മതിക്കാറില്ല കേട്ടോ. ഇതേ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ മുടി ഇങ്ങനെ ചീന്തിയിട്ടെടുത്തപ്പോൾ നമ്മുടെ സനു ദേഷ്യപ്പെട്ടിട്ട് എന്താ പറയുക മുഖം വീർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയുണ്ട് രാവിലത്തെ ഇവിടുത്തെ അവസ്ഥ. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് എന്താ പറയുക യുദ്ധക്കളായിരിക്കും ഇവിടെ ഉണ്ടാവുക, രണ്ടുപേരും കൂടിയിട്ട്. അധികം ഞാനും സനും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ വീട്ടിൽ യുദ്ധം ഉണ്ടാവാറുള്ളത്. അപ്പോൾ സനുവിനെ ഇഷ്ടമുള്ളത് അവൾക്ക് എപ്പോഴും നമുക്കത് ചെയ്തു കൊടുക്കാം. എന്താ പറയുക, നമുക്കത് ചിലപ്പോൾ പറ്റില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാതും വിട്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ അത് അവൾക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എന്നും രാവിലെ തല്ലു കൂടിയിട്ട് തന്നെയാണ് കേട്ടോ സ്കൂളിലേക്ക് അവളെ ഞാൻ പറഞ്ഞു വിടാറുള്ളത്. ഇന്നിതാ ഞാനെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണം കൊടുത്തിട്ടുണ്ടെന്ന്. പൊതുവെ ഇങ്ങനെയല്ല ചെയ്യാറ്, അവൾക്ക് ഡ്രസ്സൊക്കെ മാറ്റുന്നതിന് മുന്നേ ഞാൻ ഭക്ഷണം കൊടുക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായിട്ടോ, അതുകൊണ്ടാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ട്. എന്നാൽ അപ്പോൾ ചോറാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടെന്ന്. അവൾക്ക് സോയാബീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സോയാബീൻ അവൾക്ക് സ്കൂളിലേക്ക് നമ്മൾ ഉച്ചയ്ക്ക് കൊടുത്തയക്കില്ല. അപ്പോൾ സോയാബീൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ചോറും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ അവൾക്ക് ചോറാണ് കേട്ടോ കൊടുത്തത്. ഇതിൻ്റെ ഇടയിലാണെന്ന് വെച്ചാൽ കുഞ്ഞാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓരോ വായ കുഞ്ഞാറ്റയ്ക്കും കൊടുക്കാൻ നോക്കണമൊക്കെ ഉണ്ട്. പക്ഷെ അവൾക്കത് വേണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് അതാണ് അവസ്ഥ. പിന്നെന്താ, സനുവിനിപ്പോൾ 2 ദിവസമായിട്ട് ചെറിയൊരു പല്ല് വേദന ഉണ്ട്. അപ്പോൾ അവൾ പല്ല് വേദനിക്കണമെന്ന് പറയുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സൈഡ് കൊണ്ട് പല്ല് വേദനിക്കുന്ന സൈഡ് കൊണ്ട് കഴിക്കേണ്ട, ഇപ്പുറത്തെ വശത്തോണ്ട് കഴിച്ചാൽ മതി എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ എന്തോ സോയാബീൻ ചിലപ്പോൾ കടിച്ച് കഴിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ പല്ല് പെട്ടെന്ന് അങ്ങനെ വേദനിച്ചത്. അപ്പോൾ അവൾക്ക് പല്ല് വേദന ഉണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. എന്തായാലും സ്കൂളിലേക്ക് പോകേണ്ട ടൈം ആയപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8:45 ഉണ്ടോ നമ്മുടെ ഇവിടെ ബസ് വരിക. അപ്പോൾ നമ്മൾ അവിടെ അടുത്ത് കൊണ്ടുപോയി ആക്കുകയാണ് ചെയ്യാറുള്ളത്. ചിലപ്പോഴൊക്കെ അമ്മയാണ് കേട്ടോ കൊണ്ടുപോയാക്കാറുള്ളത്. അപ്പോൾ അതാ ഇന്ന് അമ്മയാണ് കൊണ്ടുപോയാക്കണത്. അപ്പോൾ അതാ കുഞ്ഞാറ്റ അവൾ നീച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ സനുവിനെ കൊണ്ടുപോയാക്കിയിട്ട് തിരിച്ച് വരുമ്പോഴേക്കും 9:30 ചിലപ്പോൾ 10 മണി ആവാറുണ്ട്. അപ്പോൾ ആ നേരം വരെയൊക്കെ കുഞ്ഞാറ്റ എന്നെ കാണാണ്ട് അങ്ങനെ ചിലപ്പോൾ ഇരിക്കാറില്ല. ചില സമയത്ത് ഭയങ്കര വാശിയാണ് കേട്ടോ. ചില ടൈമിലൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. രാവിലെ അമ്മ സനുവിനെ കൊണ്ടുപോയി ആക്കും, വൈകുന്നേരം ഞാൻ കൊണ്ടുവരും, അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ നമുക്ക് എങ്ങനെയാണ് ആ ടൈമിൽ പറ്റുന്നത് വെച്ചാൽ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ആദ്യമൊക്കെ സനുവിന് വാശി ഉണ്ടായിരുന്നു, അച്ഛമ്മ കൊണ്ടുപോയാക്കുക എന്ന് പറയുമ്പോൾ അമ്മ മാത്രം കൊണ്ടാക്കിയാൽ മതി പറഞ്ഞിട്ട് അവൾ വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, അവൾക്ക് മനസ്സിലായി കുഞ്ഞാറ്റ ഞാൻ അവിടെ കൊണ്ടാക്കുമ്പോഴുള്ള ചില സമയത്തുള്ള വാശിയൊക്കെ അവൾക്ക് മനസ്സിലായിട്ട്. അപ്പം അതുകൊണ്ട് ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ രാവിലത്തെ യുദ്ധക്കളൊക്കെ കഴിഞ്ഞിട്ട് സനു സ്കൂളിലേക്ക് പോയിക്കുന്നുണ്ട്. പിന്നെന്താ പറയുക, സനു പോയി കഴിഞ്ഞാൽ കുഞ്ഞാറ്റയ്ക്ക് ആകെ ഒരു എന്താ പറയുക, അവർ രണ്ടുപേരും ഒന്നിച്ച് കളിച്ചിട്ട് എന്തൊക്കെ ആയിട്ട് ഇരുന്നിട്ട് കുറച്ച് നേരം സനു മാറി നിൽക്കുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമൊക്കെയാണ് കേട്ടോ. ചില സമയത്ത് അവളിങ്ങനെ ചോദിക്കാറുണ്ട്, ഞാനോ
ഞാനു എന്നൊക്കെ അങ്ങനെ എന്നിട്ട് വിളിക്കാറുള്ളത്. അപ്പോൾ ചേച്ചി എവിടെയെന്നൊക്കെ ചോദിക്കാറുണ്ട് അവളുടേതായ ഭാഷയിൽ. വൈകുന്നേരം ആകുമ്പോൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ രണ്ടുപേരും മുഖത്തുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സനുവിനെ കണ്ട ഉടനെ കുഞ്ഞാറ്റ ഓടി ചെന്നിട്ട് പിടിക്കുന്നു. ഭയങ്കര നമുക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്താ പറയുക, മഴ പെയ്തപ്പോഴേക്കും സത്യം പറഞ്ഞാൽ മടി പിടിച്ചുവിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. ഒന്നിനും ഒരു ഉഷാറില്ലാത്ത പോലെയാണ് കേട്ടോ. ആകെ മഴയത്ത് ഒരു സുഖമില്ലാത്ത ദിവസം തന്നെയായിരുന്നു കേട്ടോ. പിന്നെന്താ, അവിടെ കുഞ്ഞാറ്റ രാവിലെ ഒന്നും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു സനുവിന് ചോറ് കൊടുക്കുമ്പോൾ നമ്മൾ കുഞ്ഞാറ്റയ്ക്കും അങ്ങനെ കൊടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അവൾക്ക് തോന്നുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ അവൾ കഴിക്കുള്ളൂ. അങ്ങനെയായിട്ട് ഞാൻ പൊതുവേ കൊടുക്കാറുള്ളത്. നമ്മുടെ സനുവിന് കൊടുക്കുമ്പോൾ കുഞ്ഞാറ്റി 2 വായ ഇടയ്ക്ക് കഴിക്കാറൊക്കെ ഉണ്ട്. അവൾക്കത് അങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. ചില സമയത്ത് അവൾക്ക് തോന്നണം. അപ്പം നമ്മൾ മുന്നേ എന്നോ വാങ്ങിച്ച് വെച്ചൊരു മാഗി പാക്കറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ വെറുതെ വെള്ളത്തിൽ ഇവർക്ക് അങ്ങനെ പച്ചക്കറികൾ അങ്ങനെയൊന്നും ഇട്ടിട്ട് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വെറുതെ വെള്ളത്തിൽ ആ പൊടി മാത്രം ഇട്ടിട്ട് മാഗി അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് അവൾ കുഞ്ഞാറ്റ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് മേലൊക്കെ വെച്ചിട്ട് കഴിച്ചിന് അണ്ടാത്. ഉച്ചക്കായപ്പോഴേക്കും നല്ല പൊരിഞ്ഞ മഴ പിന്നെയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് മഴ കുറഞ്ഞതായിരുന്നു, പിന്നെയും അതേപോലെ തന്നെ പൊരിഞ്ഞ മഴയായി. പിന്നെന്താ നമുക്ക് ഇവിടുന്ന് കൂന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൂന് കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങളിന്ന് നല്ല മഴയത്ത് കഞ്ഞിയും കൂനുകറിയും ഉണക്കലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് അതൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത്. എന്താ പറയുക, ഈ മഴ ടൈമിലൊക്കെ കഞ്ഞിയൊക്കെ കുടിക്കാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അങ്ങനെ കഞ്ഞിയും അതുപോലെ ഉണക്കൽ, മീൻ വറുത്തത്, ചമ്മന്തി അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചേച്ചിയുടെ തലയിലിടുന്നത് എവിടെ നോക്കട്ടെ. അതോ അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ എടുക്കുക കുഞ്ഞോ? അതിൻ്റെ ഇടയിൽ ഇട്ടിട്ട് എവിടെ വന്ന് ചോദിക്കുക, എവിടെ എവിടെ പോയോ? എവിടിച്ച് പോയി വേത്തന്നെ ചേച്ചി പെണ്ണ് വന്ന് ചീത്ത കേട്ടേട്ടാ. പോയോ? ഓയ്യോ, എവിടെ വേത്തതാ? എവിടെ ഇട്ട് കുട്ടി? കാണാല്ലേ എവിടെ എവിടെ ഇട്ട് ആട്ടിത്തായോ? എവിടെ? അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടിട്ട് മാറും. എവിടെ ഒന്നും കാണാല്ലേടാ കുഞ്ഞാ? എവിടെ കുഞ്ഞാ? അതാ ബണ്ണിരിക്കണു. എങ്ങനെയാ ഇത് എടുക്കുക? വടി കൊണ്ട് എടുക്കേണ്ടി വരും. ചേച്ചി പെണ്ണ് വരട്ടെ കേട്ടാ.